ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ. അതിനൊരു കാരണമുണ്ട് ഗൈസ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് 8 months ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലോട്ട് പേക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ എനിക്കും എൻ്റെ ബേബിക്കും വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിലോട്ട് വേണ്ട ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മേടിച്ചേക്കുന്ന ഒരു നെറ്റ് ബെഡാണ് കേട്ടോ. നെറ്റ് ബെഡിൻ്റെ ആവശ്യമൊക്കെ കുറച്ച് നാളത്തേക്കേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു നെറ്റ് ബെഡാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബേബീനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേബി ഹോൾഡറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. സപ്പോസ് ബേബീനെ എടുക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് പിടിക്കുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇത് നമുക്കൊരു ബെഡ് പോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് 4 നൈറ്റീസ് ഞാൻ എടുക്കുന്നുണ്ട്. 4 ടൈപ്പാണ് കേട്ടോ. ഫ്രോക്ക് നൈറ്റി മീടാത്തുണ്ട്. ആ യെല്ലോ വന്നിട്ട് ഫുൾ ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ. ഇത് 4 വന്നിട്ട് ഫീഡിങ് നൈറ്റീസ് ആണ് കേട്ടോ. അപ്പം ഫ്രണ്ടിൽ സിബൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് കുറച്ച് പാൻറ്റീസും കുറച്ച് ബ്രാസും ഞാൻ വെക്കുന്നുണ്ട്. നോർമൽ ബ്രാസ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഫീഡിങ് ബ്രാസ് എനിക്ക് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. സോ ഞാൻ നോർമൽ ബ്രാ ആണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ ഡെലിവറി ടൈമിൽ ലേബർ റൂമിലോട്ട് അവർ അടിപ്പാവാട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബാത്ത് ടവലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം എനിക്ക് വേണ്ടിയിട്ടും പിന്നെ ബൈസ്റ്റാൻഡർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് പ്യുർ കോട്ടൺ ബാത്ത് ടവൽസ് ആണ് കേട്ടോ ഇത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ബെഡ്ഷീറ്റും 2 പില്ലോ കവറും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ കാത്ത് ഒരെണ്ണേ കാണിക്കുന്നുള്ളൂ, എക്സ്ട്രാ 2 കൂടി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1-2 ദിവസം ഹെവി ഫ്ലോ ആയിരിക്കും. ഞാൻ ഇവിടെ ന്യൂ മോമിൻ്റെ മെറ്റേണിറ്റി പാഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടുകൊണ്ടാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സാനിറ്ററി നാപ്കിനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് വേണ്ട കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് 2 ഐറ്റംസ് വെക്കാനുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ മസ്റ്റായിട്ടും 2 ടിഷ്യൂ വെക്കുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ വല്ല ഫുഡ് കഴിക്കാനോ അല്ലാണ്ട് മറ്റാവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാവും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസാണ് ഞാൻ വെക്കുന്നത്. പിന്നെ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ളത് കാണാം. അപ്പോൾ ബേബിക്ക് വേണ്ടി 2 ഡ്രൈ ഷീറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. 2ഉം സ്മോൾ സൈസാണ്. അപ്പോൾ ബേബി പീ ചെയ്താലൊക്കെ നമുക്ക് വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഡ്രൈ ഷീറ്റ് വന്നിട്ട്. പിന്നെ 3 ഹൂഡ് ടർക്കി വെക്കുന്നുണ്ട്. ആ വൈറ്റ് വന്നിട്ട് നമ്മുടെ ബേബീനെ റിസീവ് ചെയ്യുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി 2 നമ്മുടെ നോർമൽ യൂസിനാണ് കേട്ടോ. കാരണം 3-4 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു 3 ഞാൻ എടുത്ത് വെക്കുന്നുള്ളൂ. അതിൻ്റെ ആ പിങ്ക് വന്നിട്ട് വേറൊരു മെറ്റീരിയലാണ് കേട്ടോ. ബ്ലൂ വന്നിട്ട് ഹൂഡ് ടർക്കിയാണ്. പിന്നെ വൈറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ന്യൂ ബോൺ ബേബീസിനൊക്കെ കയ്യിൽ നഖം കൂടുതലുണ്ടാകും. അപ്പോൾ അവർ മുഖത്തിട്ട് ഉരയ്ക്കുമ്പോൾ ചിലപ്പോൾ മുഖം പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ക്യാപ്പ് ആൻഡ് മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് വെക്കുന്നുണ്ട്. സെപ്പറേറ്റ് ഒരു പിങ്കും വൈറ്റും മിറ്റൻസ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബേബീനെ തുടപ്പിക്കാനായിട്ടും ബേബിയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് 2 ബേബി ബാത്ത് ടവൽ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സോഫ്റ്റ് മെറ്റീരിയലാണ്. ഒരെണ്ണം വന്നിട്ട് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഒരെണ്ണത്തിന് വന്നിട്ട് അത്യാവശ്യം കട്ടിയുണ്ട്, പക്ഷേ എന്നാലും സോഫ്റ്റാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ റബ്ബർ ഷീറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഡ്രൈ ഷീറ്റിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റബ്ബർ ഷീറ്റ് യൂസ് ചെയ്യാം. പിന്നെ വീട്ടിൽ ഉണ്ണീനെ വന്നിട്ട് നമ്മൾ എണ്ണ തേച്ച് കുളിയൊക്കെ തുടങ്ങുമ്പോൾ ബേബിനെ കിടത്താൻ വേണ്ടിയിട്ടും ഈ ഒരു റബ്ബർ ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജനിച്ചു വരുന്ന ന്യൂ ബോൺ ബേബീസിൻ്റെ ബോഡി ടെമ്പറേച്ചർ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 റോംബർ വെക്കുന്നുണ്ട്. ഫുൾ കവറിങ് ആയിട്ട് 2 റോംബറാണ് കേട്ടോ വെക്കുന്നത്. കൂടെ ഞാൻ 2 ടൈപ്പിലുള്ള കെട്ടുടുപ്പ് വെക്കുന്നുണ്ട്. ബട്ടൺ ടൈപ്പും വെക്കുന്നുണ്ട്, കെട്ടാൻ പാകത്തിനുള്ളത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബേബീസിന് ഏത് ഡൈപ്പറാണ് യൂസ് ആവുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെറിയ പാക്ക് മേടിച്ച് ഫസ്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. ഞാനിവിടെ ടെഡീൻ്റെ ബ്രാൻഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് ഫുൾ കോട്ടൺ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്തെല്ലാം അവർ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കി ടൈപ്പാണ് കേട്ടോ ഈ ഒരു ഡൈപ്പർ വന്നിട്ട്. പിന്നെ ബേബീസ് എപ്പോഴും പീ ചെയ്യും. പിന്നെ അവർ മോഷൻ പോകുമ്പോഴൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്ടർ വൈപ്സ് ആവശ്യമാണ് കേട്ടോ. വാട്ടർ വൈപ്സാണ് ബേബീസിന് കൂടുതൽ യൂസ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് അവർ ആൽക്കഹോൾ ഫ്രീ എന്നും pHഉം അതുപോലെ തന്നെ എത്ര വൈപ്സ് ഉണ്ടെന്നും ഇതിൻ്റെ അകത്ത് 98% വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണെന്നൊക്കെ അവർ നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ R4 റാബിറ്റിൻ്റെ ആണ് കേട്ടോ ഒരെണ്ണം എടുത്തേക്കുന്നത്. ബാക്കി 2ഉം വേറെ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ബേബീസിന് എപ്പോഴും വാട്ടർ വൈപ്സ് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ ഫേസിൽ നമ്മൾ വാട്ടർ വൈപ്സ് യൂസ് ചെയ്യത്തില്ല. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഫേഷ്യൽ ടവൽസ് മേടിച്ചിട്ടുണ്ട്. ബേബി ഫേഷ്യൽ ടവൽസ് ആണ് കേട്ടോ. 8 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബേബീസ് പാലൊക്കെ കുടിച്ചിട്ട് മുഖമൊക്കെ തുടച്ച് കൊടുക്കാനും മറ്റുള്ള ആവശ്യത്തിന് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്തായാലും ബേബീസിനെ കുളിപ്പിക്കത്തൊന്നുമില്ല. എന്നാലും ഞാൻ എൻ്റെ ബേബിക്ക് സെബാമേഡിൻ്റെ പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലെൻസിങ് ബാറും പിന്നെ ഒരു പൗഡറും പിന്നെ ബോഡി ലോഷനും പിന്നെ ബേബി ക്രീമും ആണ് കേട്ടോ മേടിച്ചേക്കുന്നത്. അത്യാവശ്യം ഇപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ സെബാമേഡിൻ്റെ ഒക്കെ.
അപ്പോൾ ബേബിക്ക് വേണ്ടി ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.